ഹലോ, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ കറിയുടെ രുചിയിൽ കോവയ്ക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മൺചട്ടി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ നമ്മളെപ്പോഴും മീൻ കറിയൊക്കെ വെക്കുന്ന ചട്ടി ഉണ്ടാവുമല്ലോ, ആ ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിലും മറ്റ് പാത്രങ്ങളിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറിക്ക്. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതുപോലെ 2ആയി മുറിച്ചതിന് ശേഷം അത് നെടുവെ ഒന്ന് പിളർത്തി കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് കോവയ്ക്കൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ചാലും മതിയാവും. ഇതിവിടെ കിടന്നിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. കോവയ്ക്ക് ഇവിടെ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഞാനിതിലോട്ട് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടംപുളി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിവിടെ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഉള്ളി ഒന്ന് താളിച്ചിടുന്നുണ്ട്. അത് വേണ്ടാന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പാൻ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മീൻ കറിയുടെ ടേസ്റ്റിലുള്ള കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.